വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം ദിലീപേട്ടൻ കം ബാക്ക് എന്ന് തന്നെ പറയണം. ദിലീപേട്ടൻ്റെ പടമാണ്, അതാ മോഹൻലാലിൻ്റെ പടമാണ്, ആരുടെ പടമാണ്. എന്തായാലും ഞാൻ ഈ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനിവിടെ ഇരിക്കുമ്പം നിങ്ങൾക്കറിയാം ഞാൻ എന്തുമാത്രം ആ സിനിമ അത്രത്തോളം എൻജോയ് ചെയ്തെന്നുള്ളത്. എന്തായാലും ഞാൻ സിനിമ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ ഒരു 9 മണിക്കത്തെ ഷോക്കാണ് പോയത്, നമ്മുടെ ഇവിടെ അടുത്തുള്ള തിയേറ്റർ തന്നെ. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലനും പിന്നെ അതുപോലെ വേറൊരു പുള്ളിയും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും പിന്നെ ഫഹീം ഷെരീഫും കൂടെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പൊന്നു ഗായ്സ്, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഈ സിനിമയിൽ സ്റ്റോറി കാര്യങ്ങൾ ഒന്നും നിങ്ങൾ നോക്കണ്ട. നോ ലോജിക് എന്ന് ഈ സിനിമയ്ക്കകത്തുണ്ട്, ഓൺലി മാഡ്നസ്. അഴിഞ്ഞാട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര അഴിഞ്ഞാട്ടമാണ് ഈ സിനിമ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്. പക്ഷെ ആ ഫസ്റ്റ് ഹാഫ് ദേ പോയെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം അമ്മാതിരി നമ്മൾ എന്താണ് സ്റ്റോറി ബേസ് നമ്മൾ വലിയ ഇതൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലി ചിന്തിക്കാവുന്നൊരു സ്റ്റോറി ബേസും കാര്യങ്ങളുമാണ്. പക്ഷെ ഇതിനകത്ത് എൻ്റെ പൊന്നും മാഡ്നസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പീക്ക് ലെവൽ സാധനങ്ങളാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എന്താ പറയുന്ന നമ്മുടെ എല്ലാ സിനിമ ദിലീപേട്ടനെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സിനിമയും കാര്യങ്ങളും എല്ലാം ഈ ഒരു പടത്തിനകത്ത് അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കോമഡി സീൻസാണ് വർക്ക് ചെയ്യുന്ന ഒരുപാട്. അതുപോലെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ എന്തുവാ പറയുന്ന മാട്ടത്തിലല്ല ഊളത്തരവും നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ സിനിമയുടെ റേഞ്ച് മാറും കേട്ടോ. എന്നാൽ ഞാൻ ഇവരിങ്ങനെ കഥ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതിന് നമ്മളിവിടെ KGF ഇത് ഉടനെ അപ്പം തന്നെ അതിനകത്ത് KGF കഥയാണ്. ആ ഒരു രീതിയിലൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലത്തെ ആ ഒരു രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളും എല്ലാമാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പം ദിലീപേട്ടൻ്റെ കേസും കാര്യങ്ങളും വെച്ചിട്ട് ഈ ഒരു സിനിമ അങ്ങനെ ഒരിക്കലും ഒരു വിലയിരുത്തരുത്. കാരണം പുള്ളിയുടെ പടം എന്ന് പറയുന്നത് വേറെ റേഞ്ച് പടമാണ്. കാരണം ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഇപ്പം KSRTC ബസ്സിൽ ദിലീപിന്റെ പടം ഇടുന്നില്ല, മറ്റേതാണ് പെണ്ണുങ്ങൾ ഭയങ്കര തിരക്കാണ്. അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ചെയ്ത തെറ്റാണെങ്കിൽ പുള്ളിക്ക് അതിനുള്ള ശിക്ഷ ഇന്നലെ നാളെ കിട്ടിക്കോളും. പക്ഷെ പുള്ളി ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ ആരും ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ അതൊന്നും ഇത് പറയാൻ വേണ്ടി. എന്നാലും ഗായ്സ്, നിങ്ങൾ പോയി പടം കാണുക. ഫസ്റ്റ് ഹാഫ് എൻ്റെ പൊന്നോ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് കേട്ടോ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം രാജാവ് അങ്ങ് വരും, ഇറങ്ങും. പുള്ളിയുടെ എന്തു പറയാനാണ്, പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. ഞാൻ വിചാരിച്ച പിന്നെ മോഹൻലാൽ അത്രയും ഒരു സീൻ ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അത്രയൊക്കെ ഉള്ളതെന്ന് വിചാരിച്ച. പക്ഷെ ക്ലൈമാക്സി പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട് മോനെ, ഒരു പീക്ക് ലെവൽ സാധനമായിരുന്നു. കാരണം അത്രയും നേരം നിന്ന് സാധനം ആ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുവരുന്നെന്ന് പറയുന്നത് അത് പൊളിച്ച് കേട്ടോ. അതുപോലെ തന്നെ പടം തീർന്നു കഴിയുമ്പം ഞാനിത് സ്പോയിലറായിട്ടാണ് പറയുന്നത്. സ്പോയിലറാണ്, ഒരുപാട് ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത്. ഞാനെന്തായാലും പറയുവാണ്, എന്തായാലും കിട്ടണം, കുഴപ്പമില്ല. SJ സൂര്യ ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ്. എൻ്റെ മോനെ ഒരു വരവുണ്ട്, കിടുക്കാച്ച് സാധനമായിരുന്നു കേട്ടോ. പുള്ളി ഞാനത് വേറെ ആരും ഞാൻ നിവിൻ പോളി എന്നൊക്കെയാണ് ആദ്യം ഞാൻ ഗസ് ചെയ്തത്. പക്ഷേ അഴിഞ്ഞാടിക്കളഞ്ഞു പുള്ളി. അത് ഞാൻ തീർച്ചയായും പറയാം. നിങ്ങൾ ഇനി എന്തായാലും ഒരു കാര്യം പറയാം, നിങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കുക, കയറുക, എത്രയും വേഗം കയറിക്കുക. കാരണം ഇന്നത്തെ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള അങ്ങോട്ട് ക്രിസ്മസിന് എന്തായാലും ഹൗസ്ഫുള്ളായിരിക്കും ഷോ. അത് മസ്റ്റാണ്. നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാതെ നിങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി കയറി അഴിഞ്ഞാട്ട രീതിയിൽ ആരും സിനിമ കണ്ടോ, നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഞാനിത് ഗ്യാരണ്ടി ചെയ്യാൻ തരുന്നത്. കാരണം സ്റ്റോറി ബേസ് നിങ്ങൾ നോക്കുകയേ ചെയ്യരുത്. പക്ഷെ പടം വേറെ ലെവല്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്തുവാ പറയുന്ന എന്തെനിക്ക് പറയണമെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ആ ഒരു രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിന്റെ സ്റ്റോറി ബേസ് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒന്നുമില്ല. അത് വേറെ ലെവൽ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സീൻസും കാര്യങ്ങളും എന്തായാലും ഇനി യൂട്യൂബിൽ വരും. അതൊന്നും കാണാതിരിക്കുക. മാക്സിമം നിങ്ങൾ പോയി തിയേറ്ററിൽ തന്നെ പോയി സിനിമ എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഒരുപാട് പേര് അത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ എന്തായാലും നോക്കും, അത് ഇടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഇപ്പം ആസ്വദിക്കാനുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു ആസ്വാദനം നമുക്ക് ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. അതുപോലെയാണ് ഇതിനകത്തുള്ള പാട്ടെന്ന് പറയുന്നത്. ആ പാട്ട് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ യൂട്യൂബിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് പേഴ്സണലി പറയാം, എനിക്ക് വലിയ മടുപ്പടിച്ച ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് തിയേറ്ററിൽ എൻ്റെ മോനെ അത് കയറി കത്തി കേട്ടോ ആ പാട്ട്.
എനിക്ക് സീരിയസ്ലി എനിക്ക് പേഴ്സണലി ഒരുപാട് എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക, നമ്മുടെ കമൻറ്റ് വന്ന് പറയുക. എനിക്ക് എന്തായാലും ഒന്നും കൂടി ഞാൻ പറയുന്നതാണ്, ദിലീപേട്ടൻ കം ബാക്ക് എന്ന് തന്നെ പറയണം. അപ്പോൾ എന്തായാലും മച്ചാമാരെ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.